നടിയെ ആക്രമിച്ച കേസിൽ രണ്ടാം ഘട്ട വിചാരണ നടപടികൾക്ക് തുടക്കമായിരിക്കുകയാണ്. നടൻ ദിലീപും പൾസർ സുനിയും ഉൾപ്പെടെയുള്ള പ്രതികൾ കോടതിയിൽ ഹാജരായിട്ടുണ്ട്. എസ് രാഗിൻ ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. രാഗിൻ, അടച്ചിട്ട കോടതി മുറിക്കുള്ളിലാണ് വിചാരണ നടപടികൾ. അതും പൾസർ സുനി കൂടി എത്തുന്നു എന്നുള്ളതാണ് ഈ വിചാരണയുടെ അന്തിമഘട്ടത്തിലേക്ക് എത്തുമ്പോഴുള്ള പ്രത്യേകത. എങ്ങനെയാണ് നടപടിക്രമങ്ങൾ ഏകദേശം പുരോഗമിക്കുന്നത്? നടിയെ ആക്രമിച്ച കേസിലെ പ്രതികൾ ദിലീപ്, അതോടൊപ്പം തന്നെ പൾസർ സുനി, മാർട്ടിൻ, മണികണ്ഠൻ തുടങ്ങിയ പ്രതികളാണ് ഇന്ന് കോടതിയിലെത്തിയത്. രണ്ടാം ഘട്ട വിചാരണയാണ് പ്രധാനമായും നടക്കുന്നത്. അതായത് ഈ ക്രിമിനൽ നടപടിക്രമം 313 പ്രകാരമുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അതായത് പ്രതികൾക്കെതിരെയുള്ള തെളിവുകൾ, ആ തെളിവുകൾ കോടതി അവരോട് പറയുകയും അതിനുശേഷം അവരുടെ വിശദീകരണം കേൾക്കുകയും ചെയ്യുന്നതാണ് ഈ നടപടിക്രമം. നേരത്തെ പ്രോസിക്യൂഷൻ സാക്ഷിമൊഴികളും അതോടൊപ്പം തന്നെ തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അതനുസരിച്ചുള്ള നടപടിക്രമങ്ങളാണ് ഇനി മുന്നോട്ട് നീങ്ങേണ്ടതായിട്ടുള്ളത്. വരും ദിവസങ്ങളിലും ഈ വിസ്താരം തുടരും. അടച്ചിട്ട മുറിയിലാണ് ഈ നടപടിക്രമങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. പൾസർ സുനി കേസിലെ 1-ാം പ്രതിയാണ്, ദിലീപ് 8-ാം പ്രതിയും. ഈ പ്രതികളുടെയൊക്കെ വിസ്താരം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കേണ്ടതായിട്ടുണ്ട്. നേരത്തെ ഈ പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചിരുന്നു. സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അന്ന് വിചാരണ വലിയ തോതിൽ നീണ്ടുപോകുന്നു എന്നൊരു കാര്യവും കോടതി അന്ന് പരാമർശിക്കുകയുണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതിനെ കാണേണ്ടതായിട്ടുള്ളത്. ഇനി ഈ വിചാരണ പൂർത്തിയാക്കി കോടതിക്ക് വിധി പറയുക എന്നതാണ് നടപടിക്രമം. അതിന് ഈ ക്രിമിനൽ നടപടിക്രമം പ്രകാരം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വിധി പറയുന്ന കാര്യങ്ങളിലേക്ക് പോകും. ഒരുപക്ഷെ ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ ഈ നടിയെ ആക്രമിച്ച കേസിൽ വിധി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.